إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. ആദരണീയരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമയുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത് നമ്രൂദിൻ്റെ അതേപോലെ തന്നെ കാറൂനിൻ്റെയും ചരിത്രത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങളാണ്. അവരുടെ അഹങ്കാരത്തിൻ്റെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അഹങ്കാരത്തിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണങ്ങളിലൊന്നാണ് മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കാതിരിക്കുക, ആദരവ് കാണിക്കാതിരിക്കുക എന്നുള്ളത്. ഒരാൾ സ്വയം ഉയർന്നവനാണ് എന്ന് കരുതുമ്പോഴാണ് മറ്റുള്ളവരെ അവൻ ചെറുതായി കാണാൻ തുടങ്ങുന്നത്. അഹങ്കാരികളുടെ നേർവിപരീതമാണ് വിനയവും ബഹുമാനവും കൊണ്ടു നടക്കുക എന്നുള്ളത്. ഇത് പ്രവാചകന്മാരുടെയും സലഫ് സ്വാലിഹീങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഐടിയുടെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ച അത് മനുഷ്യന് ധാരാളം ഉപകാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ മനുഷ്യരോടുള്ള പെരുമാറ്റ മര്യാദയിൽ അവനെ ബഹുമാനിക്കുന്നിടത്തും ആദരവ് കാണിക്കുന്നിടത്തുമൊക്കെ അവനെ പിന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അവഹേളിക്കാനും ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും അപമാനിക്കുവാനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ശത്രുതയിലേക്ക് മനുഷ്യനെ നയിക്കും. അത് കുടുംബങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സമൂഹത്തിലും മനുഷ്യൻ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലും അവൻ്റെ ബന്ധങ്ങളിലും അവൻ്റെ കൂട്ടായ്മകളിലുമൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ ആളുകളെ അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ വികാരങ്ങളെയും അവരുടെ ആത്മാഭിമാനത്തെയും അവരുടെ സ്വഭാവങ്ങളെയും അവരുടെ മതചിഹ്നങ്ങളെയും ഒക്കെ അവഹേളിക്കുന്ന സംഭവങ്ങൾ ഇന്ന് നമ്മൾ കാണുകയാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ് അദബുൽ ഇഖ്തിലാഫ് എന്ന് പറയുന്നത്. അഭിപ്രായ ഭിന്നതകളിലുള്ള മര്യാദ എന്ന് പറയുന്നത് അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ആളുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ആ അഭിപ്രായ വ്യത്യാസങ്ങളെ എങ്ങനെ മാന്യമായ രൂപത്തിൽ അതിനോട് പ്രതികരിക്കാം എന്നുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാം മനുഷ്യനെ ഏറ്റവും നല്ല സൃഷ്ടിയായി, ഉത്തമ സൃഷ്ടിയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിൻ ദീനിനെയും ഒക്കെ ആദരിക്കുന്നതിനെ പറ്റി പറഞ്ഞ് അതേ ഇസ്ലാം തന്നെയാണ് ഏറ്റവും മഹത്തരമായ സൃഷ്ടിയായ മനുഷ്യനെ ആദരിക്കണമെന്ന് പറയുന്നത്. അവിടെ ഭാഷയോ വർണ്ണമോ മതമോ ഒന്നും വ്യത്യാസമില്ലാതെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തിൽ വെച്ചാണ് മനുഷ്യർ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ള വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാ ആളുകളെയും ബഹുമാനിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ബഹുമാനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അത് അള്ളാഹുവിന്റെ റസൂലിനെയും ഇസ്ലാം ദീനിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇഹ്തിറാമുല്ലാഹി അസ്സ വജൽ വറസൂലിഹി വതഅലീം ദീനില്ലാഹ്, ഏറ്റവും പ്രഥമമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അള്ളാഹുവിനെയും റസൂലിനെയും ആദരിക്കുക എന്നുള്ളത് എങ്ങനെ ആദരിക്കും? അള്ളാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു തആലയും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ ദീനനുസരിച്ച് ജീവിക്കുക, ദീനിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക. ദീനിന്റെ ചിഹ്നങ്ങൾ ഏതൊക്കെയാ? അള്ളാഹു തആല പറഞ്ഞു, ദാലിക വമൻ യുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത് അത് ഹൃദയത്തിന്റെ തഖ്വയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും മതചിഹ്നങ്ങളെയും ആദരിക്കുക പ്രധാനപ്പെട്ട ഒന്ന്. ഇനി ബഹുമാനത്തിന്റെയും ആദരത്തിന്റെയും മാർഗത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഓരോ ഭാഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, നല്ല വാക്കുകൾ ഉപയോഗിക്കുക. നല്ല വാക്കുകൾ ഉപയോഗിക്കുക. മനുഷ്യരോട് പെരുമാറുന്നൊരു അവരോട് സംസാരിക്കുന്നതിൽ നല്ല ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ ആദരിക്കുന്നിടത്ത് അവനെ ഏറ്റവും നല്ല രൂപത്തിൽ അവന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ എല്ലാം നല്ല രൂപത്തിലുള്ളതായിരിക്കണം. നല്ല ഭാഷ ഉപയോഗിക്കുക, നല്ല സംസാര രീതി ഉപയോഗിക്കുക. അവനെ അപമാനപ്പെടുത്തുന്നതോ അവനെ നിന്ദിക്കുന്നതോ അവനെ മോശം വിളിപ്പേരുകൾ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നതോ ഒന്നും ശരിയായ രീതിയല്ല. അതേപോലെ തന്നെ കടുത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. എല്ലാ കുത്തിപ്പറയുന്നവനും കുറവാക്കുന്നവനും പരിഹസിക്കുന്നവനും നിന്ദിക്കുന്നവനും എല്ലാ ആളുകൾക്കും നാശമെന്ന് അല്ലാഹു തആല പറയുന്നു. സൂറത്തുൽ ഹുമസയിൽ അല്ലാഹു തആല പറയുന്നു. അതേപോലെ തന്നെ മോശം വിളിപ്പേരുകൾ വിളിക്കരുത്. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരല്ല, വിശ്വാസികളായിട്ടുള്ളവരിൽപ്പെട്ടവരല്ല. ആരെ? ആക്ഷേപിക്കുന്നവൻ, കുത്തിപ്പറയുന്നവൻ, ആളുകളെ അപഹസിക്കുന്നവൻ, ആളുകളെ ക്ഷപിക്കുന്നവൻ, തമ്മാടിത്തരം പറയുന്ന ഫാഹിഷ്, തമ്മാടിത്തരം പറയുന്നവൻ,
ഇങ്ങനെയുള്ള ആളുകളൊന്നും വിശ്വാസികളല്ല എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വഖുൽ ഇബാദി, എന്റെ അടിയാന്മാരോട് പറയുക, യഖൂലുല്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല വാക്കുകൾ, ഏറ്റവും നല്ല വാക്കുകളാണ് മനുഷ്യരോട് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ശൈത്വാന യൻസിഉ ബൈനഹും. എന്തുകൊണ്ടാണ് അല്ലാഹു തആല നല്ല വാക്കുകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്? കാരണം പിശാച് ആളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഇളക്കി വിടുന്നു. എന്തുമൂലം? മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് മൂലം. ശത്രുതയുണ്ടാക്കുന്നത് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. സ്നേഹബന്ധങ്ങൾ ഉടഞ്ഞു പോകുന്നതും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് കുടുംബത്തിൽ ഉപയോഗിക്കുന്ന മോശം വാക്കുകളാണ്, മോശം അഭിസംബോധന രീതിയാണ്. എല്ലാ നിലക്കും നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ശൈത്വാൻ അവന് മനുഷ്യന് ഏറ്റവും വലിയ വ്യക്തമായ ശത്രുവാണ്. മൂന്നാമത്തേത്, മനുഷ്യർക്കിടയിൽ ആളുകൾ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യരുടെ ബുദ്ധിയുടെ കഴിവുകളിൽ അവർക്ക് വ്യത്യാസങ്ങളുണ്ട്. പലരും പല രൂപത്തിലാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സിലാക്കലുടെ രീതികളിൽ വ്യത്യാസങ്ങളുണ്ട്. ബുദ്ധിയുടെ മികവിൽ വ്യത്യാസങ്ങളുണ്ട്, കഴിവിൽ വ്യത്യാസമുണ്ട്, സമ്പാദിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഓരോന്നിലും വ്യത്യാസമുണ്ട്. മനുഷ്യൻ വ്യത്യസ്തരാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള ആളുകളെ നമ്മളെ അവരുടേതായ രൂപത്തിൽ പെരുമാറേണ്ടതുണ്ട്. അവരെ ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. ബുദ്ധിയിൽ കുറഞ്ഞവരാണെന്ന് കരുതി അവരെ അവഹേളിക്കരുത്. ഈ ആളുകളൊക്കെയാണ് പലപ്പോഴും പരിഹാസ്യരായിത്തീരുന്നത്. മനസ്സിലാക്കുന്നിടത്ത് അതിലും സ്ഥാനവ്യത്യാസങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, എനിക്കെന്ത് ചെയ്യണം? സിന ചെയ്യാനുള്ള, വ്യഭിചരിക്കാനുള്ള അനുവാദം നൽകണം. അയാളുടെ മതപരമായ കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ. ആളുകളെല്ലാം അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഉപദേശിക്കുന്നിടത്ത് സ്വീകരിക്കേണ്ട മാനദണ്ഡമാണത്. ഉപദേശിക്കേണ്ടിടത്ത് സ്വീകരിക്കേണ്ട രീതിശാസ്ത്രമാണത്. ആളെ അടുത്ത് വിളിച്ചു. സാവധാനം, സമാധാനത്തിൽ അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ ഉമ്മയെ മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ നീ എന്ത് ചെയ്യും? നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അയ്യുഹിബ്ബു ലി ഉമ്മിക്? ഖാല ലാ വല്ലാഹ്, അല്ലാഹുവാണേ സത്യം, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വലന്നാസു യുഹിബ്ബൂനഹു ലി ഉമ്മഹാതിഹിം, അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവരുടെ ഉമ്മമാരെ പറ്റിയും ഇങ്ങനെ ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ റസൂൽ ചോദിച്ചു, അഫതുഹിബ്ബു ലി ഇബ്നതിക്, നിന്റെ മകൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലേ? ലി ഉഖ്തിക്, നിന്റെ സഹോദരിക്ക്, ലി ഖാലതിക്, നിന്റെ അമ്മാവിക്ക്. ഇങ്ങനെ ഓരോരുത്തരെ പറ്റി ചോദിച്ചിട്ടും അയാളെ കൊണ്ട് തന്നെ മറുപടി പറയുകയാണ്, ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ അവരൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ ഇത് ചെയ്യരുത്. അയാൾക്ക് മനസ്സിലായി. എന്നിട്ട് അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതഹ്ഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. അല്ലാഹുവേ, ഇയാളുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ, ഇയാളുടെ ഹൃദയത്തിന് നീ ശുദ്ധി വരുത്തണമേ, അയാളുടെ ഗുഹ്യാവയവത്തെ നീ സംരക്ഷിക്കണമേ. ഈ രൂപത്തിലാണ് ആളുകളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അവരോട് സംവദിക്കേണ്ടത്, അവരുടെ ബുദ്ധിയെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ ഇന്ന് ഇത്തരം ആളുകളെ, പാവപ്പെട്ട അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ള, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ഇത്തരം ആളുകൾക്ക് മുന്നിൽ വഷളാക്കുകയും അവഹേളിക്കുകയും
ലോകത്തിന് മുന്നിൽ തന്നെ അല്ലെ, സോഷ്യൽ മീഡിയയിലൊക്കെ വഴി ലോകത്തിന് മുന്നിൽ തന്നെ അവരുടെ അഭിമാനത്തെ പിച്ചു ചീന്തുകയും അവരെ നഗ്നനായി നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും യഥാർത്ഥത്തിൽ ശരിയായ നിലപാടുകളല്ല. ഈ രൂപത്തിലൊന്നും ഒരു വിശ്വാസി ആയിക്കൂടാ. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഹദ്ദിസുന്നാസ ബിമാ യഅരിഫൂൻ. ആളുകൾ അവർ മനസ്സിലാക്കുന്ന രൂപത്തിൽ സംസാരിക്കണം. ആളുകൾക്ക് അറിയുന്ന രൂപത്തിൽ അവർക്ക് സംസാരിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം, ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം. ഇല്ലെങ്കിലോ ഈ പാവപ്പെട്ട ആളുകളെ പരിഹസിക്കുകയും അവരെ താഴ്ത്തി കാണിക്കുകയും അല്ലെ, അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നൽകാതെ അവരെ ഒരു മൂലക്കിരുത്തുന്ന സ്വഭാവം സമൂഹത്തിനുണ്ട്. അത് കുടുംബത്തിലാണെങ്കിൽ പോലും അല്ലെ, കുറച്ചൊരു മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളെങ്കിൽ, ഒരു ആവറേജിന് താഴെയാണെങ്കിൽ, ബുദ്ധി കുറച്ച് കുറവാണെങ്കിൽ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പരിഹസിച്ച് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് നിനക്കൊന്നിനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് ആളുകളെ ഇല്ലാതെയാക്കി. ഇവരും മനുഷ്യരാണ്, ഇവർക്കും അഭിമാനമുണ്ട്, ഇവരും നമ്മളെ പോലെയൊക്കെ ശ്വസിക്കുന്നവരാണ്, അവരുടെ ശരീരത്തിലൂടെയും ചോരയാണ് ഒഴുകുന്നത്, അവർക്കും ആത്മാഭിമാനവും കുടുംബവും മക്കളും ഭാര്യമാരും ഒക്കെയുണ്ട്. ആ ആളുകളെ നമ്മൾ അവഹേളിക്കുമ്പോൾ, അവരുടെ ആത്മാഭിമാനത്തെ പിച്ചു ചീന്തുമ്പോൾ, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്ക് നൽകാതിരിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഏറ്റവും വലിയ തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അയാളെ നിന്ദിക്കുകയാണ്, അയാളെ ബഹുമാനിക്കാതിരിക്കുകയാണ്, അയാളെ ആദരിക്കാതിരിക്കുകയാണ്. അള്ളാഹു ആദരിച്ച ഒരു മനുഷ്യനെ, അള്ളാഹു ആദരിച്ച ഒരു സൃഷ്ടിയെ ഈ രൂപത്തിലൊക്കെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുക എന്നത് തെറ്റാണ്, വലിയ വമ്പിച്ച തെറ്റാണ്. ഇത് നമ്മുടെ സ്വഭാവത്തിൽ നിന്നും ഉണ്ടായിക്കൂടാ. മാത്രവുമല്ല, നാലാമത്തെ കാര്യം, എല്ലാവരോടും തുല്യനീതി പുലർത്തുക എന്നുള്ളതും ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഒരു രൂപം തന്നെയാണ്. സഹോദരങ്ങളെ, അത് തഫ്രീഖ് ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൂടാ, ആളുകൾക്കിടയിലെ വകതിരിവ് കാണിച്ചുകൂടാ. അവരുടെ സമ്പത്തിന്റെയോ അവരുടെ ജോലിയുടെയോ അവരുടെ നിറത്തിന്റെയോ അവരുടെ ജാതിയുടെയോ അവരുടെ മതത്തിന്റെയോ ഒക്കെ ഒന്നിന്റെയും പേരിൽ അവർക്കിടയിൽ ഭിന്നത കാണിക്കരുത്. ശക്തനെന്നോ ദുർബലനെന്നോ അല്ലെ, ആളുകൾക്കിടയിൽ ഇതൊക്കെയാണ് തരംതിരിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ. സമ്പത്തും അവരുടെ സ്ഥാനവും അവരുടെ പൊസിഷനും ഒക്കെയാണ്. ഇതൊന്നും പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദൽ. അല്ലാഹു തആല കൽപ്പിക്കുന്നത് നീതി നടപ്പാക്കണം എന്നുള്ളതാണ്. വൽ ഇഹ്സാൻ, ഇഹ്സാനോട് കൂടി പെരുമാറുക എന്നുള്ളതാണ്. അതാണ് അല്ലാഹുവിന്റെ കൽപ്പന. അവിടെ നമ്മൾ എന്ത് ചെയ്തത്? മാറ്റിവെക്കരുത്. കുടുംബങ്ങൾക്കിടയിൽ, കൂട്ടായ്മകൾക്കിടയിൽ ഒക്കെ ഈ കാര്യങ്ങളുടെ പേരിൽ ദുർബലതയുടെയും സമ്പത്തിന്റെയും സ്ഥാനത്തിന്റെയും മഹിമയുടെയും കുടുംബത്തിന്റെയും പേരിലുമൊക്കെ മാറ്റി നിർത്തപ്പെടുന്നു. അവർക്കിടയിൽ നീതി കൽപ്പിക്കപ്പെടാതിരിക്കുന്നു. നമ്മുടെ അടുത്ത ആൾക്ക് ഒരു നീതി, നമ്മുടെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് വേറൊരു രീതി, അവരോട് കടുത്ത രൂപം, ഇവരെ അടുപ്പിച്ചിട്ട് അതിന് അഫു നൽകുന്ന രൂപം അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നല്ലോ, ഇന്നമാ അഹ്ലകല്ലദീന ഖബലകും അന്നഹും കാനൂ ഇദാ സറഖ ഫീഹിം ശരീഫ് തറഖു. അല്ലെ, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ, സമുദായം നശിപ്പിക്കപ്പെടാൻ കാരണം അവരിൽ ആരെങ്കിലും ഷരീഫായിട്ടുള്ള കുടുംബമഹിമയുള്ള സമ്പത്തുള്ള ആളുകൾ ആരെങ്കിലും മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടും. ലൈഫുകളായിട്ടുള്ള, ദുർബലരായിട്ടുള്ള, ആരും പറയാനില്ലാത്ത പാവപ്പെട്ട ആളുകൾ വലതും മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേരെ ശിക്ഷാ നടപടിയും സ്വീകരിക്കും. ഇതുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത്. ഇത് എവിടെ ഉണ്ടായോ അവരുടെയൊക്കെ അവസാനം നാശായിക്കുന്നത്. ഇതൊരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ആളുകളുടെ നിലപാടാണെങ്കിൽ ആ സ്ഥാപനം അത് അവസാനത്തിലേക്ക് പോകും.
ആളുകൾക്കിടയിലുള്ള ഈ ഒരു കുടുംബത്തിലാണ് മക്കൾക്കിടയിൽ ഒന്നിലേറെ ഇണകളുണ്ടെങ്കിൽ ആ ഇണകൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, കൂട്ടായ്മകൾക്കിടയിൽ, ഈ ആളുകൾക്കിടയിൽ ഈ രൂപത്തിൽ ഏതെങ്കിലും നിലക്ക് അവിടുത്തെ നേതാവോ, അവിടുത്തെ കുടുംബനാഥനോ, അവിടുത്തെ മേലാധികാരിയോ, അവിടുത്തെ ഉദ്യോഗസ്ഥനോ ഒക്കെ നീതി നടപ്പാക്കുന്നിടത്ത് ഈ ഉച്ചനീചിത്വം അല്ലെങ്കിൽ ഈ ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ട രൂപത്തിലേക്ക് മാറും, അവരും നശിക്കും, അതിന്റെ അവസാനം നാശമായിരിക്കും. അതുകൊണ്ട് ആ ഒരു രീതി സ്വീകരിക്കരുത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി അതിന്റെ ബാക്കി പറയാണ്, അല്ലാഹുവാണ് സത്യം, ഫാത്തിമ എന്റെ മകൾ മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിൽ അവരുടെ കൈ ഞാൻ മുറിക്കും. ആ ഒരു നിലപാടായിരിക്കണം വിശ്വാസിയുടെ. തനിക്ക് നൽകുന്നവരോട് താൻ നല്ല നിലയിൽ, തന്നോട് എതിരിട്ട് നിൽക്കുന്നവരോട് താൻ മോശം നിലയിൽ, അവർ സത്യമാണ് പറഞ്ഞതെങ്കിലും അവർ നീതിയുടെ ഭാഗത്താണെങ്കിലും, തന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തെറ്റ് ചെയ്താൽ അവരെ വെറുതെ വിടുകയും മറ്റുള്ളവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതി, ഇത് ശരിയല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏറ്റവും മോശമായ ഭക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതറിയാം. ഏറ്റവും മോശമായ ഭക്ഷണത്തെ പറ്റി പറഞ്ഞു, ശർറു തുആമുൽ വലീമത്തി യുദ്ആ ലഹൽ അഗ്നിയാ വയുത്റകുൽ ഫുഖറാ. ദരിദ്രരെയും ധനികരെയും വേർതിരിക്കുന്ന ഏതൊക്കെ സംഭവങ്ങളുണ്ടോ അതൊക്കെ മോശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശർറു തുആം, ഏറ്റവും മോശമായ ഭക്ഷണം എന്ന് പറയുന്നത് അതിലേക്ക് ധനികരെ ക്ഷണിക്കുകയും ദരിദ്രരെ പാവപ്പെട്ടവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന വലീമയാണ്, സദ്യയാണ്, സൽക്കാരമാണ്, അതിലെ ഭക്ഷണമാണ് ഏറ്റവും മോശം ഭക്ഷണം. അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണമാണെന്ന് ഇവിടുത്തെ ആളുകൾ പറഞ്ഞാലും, ഏറ്റവും നല്ല പണം മുടക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞാലും, ഏറ്റവും മോശം ഭക്ഷണം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ക്ഷണിക്കപ്പെടുന്ന സൽക്കാരങ്ങൾ ഭക്ഷണമാണ്. അവിടെയൊക്കെ റസൂല പറഞ്ഞെന്താ വെച്ചാൽ ഈ രണ്ട് തരം ഉണ്ടാകാൻ പാടില്ല, ആളുകളെ വേർതിരിക്കരുത്, ഏതിന്റെ രീതിയിലാണെങ്കിലും ആളുകളെ വേർതിരിക്കരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഒരു ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, റസൂലെ എന്റെ സമുദായത്തിലെ ഇമാമാക്കി എന്നെ നിശ്ചയിക്കണം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അൻത ഇമാമു, നീ അവരുടെ ഇമാമാണ്, വഖ്തദി ബിഅദ്ഇഫ്, നീ അവരിൽ പാവപ്പെട്ട ആളുകളെ പരിഗണിക്കണം, അവരെയാണ് പരിഗണിക്കേണ്ടത്. നേരെ തിരിച്ച നമ്മുടെ നാട്ടിലായാലും എവിടെയായിരുന്നാലും നേരെ തിരിച്ച ആളുകളൊക്കെ പരിഗണിക്കും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പാവപ്പെട്ടവരെയാണ് ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും, അവരെയാണ് നോക്കേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് ഹദീസിൽ കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറാഖിന്റെ കൊമ്പ് ഇങ്ങനെ ഒടിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് വളരെ സ്കെൽറ്റാണ്, മെലിഞ്ഞതാണ്. അത് കണ്ടപ്പോ ഒരു കാറ്റടിച്ചപ്പോ സ്വഹാബികൾ ചിരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിച്ചത്? അപ്പൊ അവര് പറഞ്ഞു, റസൂലെ അദ്ദേഹത്തിന്റെ മെലിഞ്ഞ കാലുകൾ കണ്ടിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ കാലുകൾക്ക് ഉഹുദ് മലയോളം അതിനേക്കാൾ ഭാരമുണ്ടാവും പരലോകത്ത്. സഹോദരങ്ങൾ, നമ്മൾ ഇങ്ങനെ അവഹേളിക്കുന്ന, നമ്മൾ ഈ അപമാനിക്കുന്ന, പരിഹസിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അള്ളാന്റെ മുന്നിൽ അതിനെ നമ്മളെക്കാൾ എത്രയോ വിലയും ബഹുമാനവും ആദരവും കിട്ടുന്നവരായിരിക്കും, എത്രയോ മുകളിൽ ദറജയുള്ളവരായിരിക്കും. അതുകൊണ്ട് ഈ രൂപങ്ങളൊക്കെ ഒഴിവാക്കി, പരിഹാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, അത് ഏത് നിലക്കുള്ള പരിഹാസങ്ങളാകും, ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കണം, ആളുകളെ ആദരിക്കണം. മനുഷ്യർ എന്നുള്ള നിലക്ക് എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതാണ് ഇസ്ലാം പഠിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ ഹംദ വശുക്റുലില്ലാഹി ശുക്രൻ ശുക്ര വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഊസൈക്കും സാനിയും തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അധികരിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യനെ ആദരിക്കുക, ബഹുമാനിക്കുക, അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ കാര്യമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാമാണ്. അതിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക.
അതിലേറ്റവും രണ്ടാമതായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കലും ആദരിക്കലുമാണ്. അതൊരു വലിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ട് ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള സ്വാലിഹായ ആഗ്രഹങ്ങൾ അല്ലാഹു തആല നിറവേറ്റി നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഇണകൾ, ഞങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ എല്ലാവരുടെയും പാപങ്ങളിൽ പുറത്തു കൊടുക്കുന്ന റഹ്മാനാനതാ. അവരെ ഞങ്ങൾ എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനാനതാ. അല്ലാഹു, ജോലി സംബന്ധമായ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനാനതാ. അവർക്ക് ഏറ്റവും ഖൈറും ബർക്കത്തുമുള്ള ജോലികളെ നീ പ്രദാനം ചെയ്യണ റഹ്മാനാനതാ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനാനതാ. അല്ലാഹു, ഞങ്ങളുടെ മനസ്സിലുള്ള സ്വാലിഹായ ആഗ്രഹങ്ങൾ ഖൈറായതിനെ ഞങ്ങൾക്ക് നൽകുകയും ഷർറായതിനെ നന്മയാക്കി പരിവർത്തിപ്പിച്ച് നൽകുകയും ചെയ്യുന്ന റഹ്മാനാനതാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി നൽകുന്ന റഹ്മാനാനതാ. അല്ലാഹു, ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണ റഹ്മാനാനതാ. ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണ റഹ്മാനാനതാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم احفظ الكويت، اللهم احفظ الكويت من كل شر ومكروه. اللهم وفق أميرنا وولي عهده لهداك، واجعل عملهما في رضاك، وألبسهما ثوب الصحة والعافية والإيمان يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.